നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മേയർ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സങ്കടമാണ് മേയർ ആര്യ രാജേന്ദ്രന് ഉള്ളത്. MLA CK ഹരീന്ദ്രനോടാണ് ഇക്കാര്യം പറഞ്ഞ് മേയർ വിങ്ങിപ്പൊട്ടിയത്. സാധ്യമായതെല്ലാം ചെയ്തെന്നും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ലെന്നും വിങ്ങലോടെ മേയർ പറഞ്ഞു. മേയറെ MLA CK ഹരീന്ദ്രൻ ആശ്വസിപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ് മേയർ വിങ്ങിപ്പൊട്ടി ഇത്തരത്തിൽ MLAയോട് പരാതി പറഞ്ഞത്. 3 ദിവസം കൈ മെയ് മറന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം, പക്ഷേ ജോയിയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇത് മേയർക്കൊപ്പം പലരെയും വിഷമത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതേസമയം ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ മേയർക്കെതിരെ ആരോപണം ഉന്നയിച്ച് നഗരസഭാ കൗൺസിലർ രംഗത്ത് വന്നിരിക്കുകയാണ്. മൃതദേഹം കണ്ടെത്തിയ സമയം തന്നെ ആര്യ രാജേന്ദ്രനെ വിളിച്ചതാണെന്നും എന്നാൽ മേയർ ഫോൺ എടുത്തില്ല എന്നും കൗൺസിലറായ രാജേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ മേയറെ വിളിച്ചു, എന്നാൽ മേയർ എടുത്തില്ല. അതിനുശേഷമാണ് വഞ്ചൂർ സ്റ്റേഷനിലും ഫയർഫോഴ്സിനെയും വിളിക്കുന്നത്. ഫയർഫോഴ്സ് തിരിച്ചു വിളിച്ചു വരികയായിരുന്നു. കോർപ്പറേഷൻ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. അവരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. എല്ലാ യോഗത്തിലും ഈ മാലിന്യ പ്രശ്നം ഉന്നയിക്കാറുള്ളതാണ്. അപ്പോഴെല്ലാം തന്നെ കളിയാക്കാറാണ് പതിവെന്നും ആമയിഴഞ്ചാൻ തോടല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുമെന്നും പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ തനിക്ക് അറിയാമായിരുന്നുവെന്നും നഗരസഭാ കൗൺസിലർ പറഞ്ഞു. റെയിൽവേയുടെ തലയിൽ കുറ്റം ചുമത്തരുത്. കോർപ്പറേഷനാണ് മാലിന്യം നീക്കേണ്ടത്. 2015 കോർപ്പറേഷനാണ് ഇവിടെ ക്ലീൻ ചെയ്തത്. അതിനു മുൻപും അങ്ങനെ തന്നെ. 2013 താൻ കൗൺസിലർ ആയിരിക്കുമ്പോൾ ചന്ദ്രിക മേഡമായിരുന്നു മേയർ. അവരുടെ നേതൃത്വത്തിൽ അന്ന് ശുചീകരണം നടത്തിയിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നതൊന്നും ശരിയല്ല എന്നും കൗൺസിലർ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരനാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. കോർപ്പറേഷൻ പരിധിയോട് ചേർന്നൊഴുകുന്ന എല്ലാ വാർഡുകളിലും കോർപ്പറേഷൻ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരുമ്പോഴാണ് മൃതദേഹം കണ്ടതെന്നും അപ്പോൾ തന്നെ കളക്ടറെ അടക്കമുള്ളവരെ കാര്യം അറിയിച്ചുവെന്നും മേയർ പറഞ്ഞു. മൃതദേഹം ശുചീകരണ തൊഴിലാളി ജോയിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ജോയിയുടെ സഹോദരനും സഹോദരന്റെ മകനും ഒപ്പം ജോലി ചെയ്തവരും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയാണ് ജോയിയെ തിരിച്ചറിഞ്ഞത്. രാവിലെ ഉപ്പിടാമൂട് പാലത്തിന് സമീപമുള്ള ഇരുമ്പ് പാലത്തിനരികിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംശയാസ്പദമായ രീതിയിൽ ഒരു തുണി കണ്ടു. അതിനെ മാറ്റി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കമിഴ്ന്നു കിടന്ന നിലയിലായിരുന്നു മൃതദേഹം. രാവിലെ ഓരോ സൈഡിൽ നിന്നും നോക്കി വരികയായിരുന്നു എന്നും മൃതദേഹം കണ്ടയാൾ പ്രതികരിച്ചു. 3-ാം ദിവസമായ ഇന്ന് നേവി സോണാർ ഉപയോഗിച്ച സ്ഥലത്ത് പരിശോധന നടത്താൻ തുടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാവികസേനാംഗങ്ങളെ സഹായിക്കാൻ NDRF സ്കൂബ സംഘങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയത്. ഞായറാഴ്ച രാവിലെയോടെ 5 ലോഡ് മാലിന്യം തോട്ടിൽ നിന്ന് നീക്കി. ചാക്കിൽ നിറച്ച മാലിന്യങ്ങൾ തോട്ടിലുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ 2 മാൻഹോളുകളും തുറന്ന് പരിശോധിച്ചെങ്കിലും അടിഞ്ഞുകൂടിയ മാലിന്യം കാരണം രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് സ്കൂബ ടീം അംഗങ്ങളും പിന്മാറിയിരുന്നു. ഇത്രയും മാലിന്യം നീക്കിയിട്ടും തോട് വൃത്തിയാക്കി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. വൻതോതിൽ മാലിന്യം തോട്ടിലുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇത് മാറ്റുന്നത് വലിയ വെല്ലുവിളിയാണ്. ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തോട്ടിൽ അടിഞ്ഞുകൂടിയത് നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.